ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടിവെള്ളം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇതിനു മുന്നേ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് അതിനേക്കാളും ഭീകരതയിൽ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുക എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം വെള്ളം എന്ന് പറയുന്ന അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആ ഘടകത്തെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല എന്നത് തന്നെയാണ് വാസ്തവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരൾച്ച അനുഭവപ്പെടുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങൾ ഈ പറയുന്ന കിണറുകളെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് പോലും കിണറുകൾ പോലും വറ്റിയിട്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയി വെള്ളം എടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ടാങ്കറുകളിലും മറ്റും വെള്ളം കൊണ്ടുവന്ന് അത് മേടിക്കേണ്ട 2000 രൂപയൊക്കെ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ നേരിടുന്ന ഗ്രാമപ്രദേശങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയും രൂക്ഷമായിട്ടാണ് വെള്ളം എന്ന് പറയുന്ന പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ 4 ദിവസത്തിൽ കൂടുതലായിട്ട് ആ ജനങ്ങൾ, അവിടെയുള്ള ആ പരിസരവാസികളായിട്ടുള്ള ജനങ്ങൾ, കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള, ചിലപ്പോൾ ഈ പറയുന്ന നമുക്കറിയാം കിടക്കയിൽ കിടന്നുകൊണ്ട് മാത്രം എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നവരായിട്ടുള്ള മനുഷ്യരുണ്ട് ഒരുപാട്. അപ്പം അവർക്കുള്ള അടക്കമുള്ള പ്രാഥമിക കർത്തവ്യങ്ങൾ, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം, ഈ പറയുന്ന ജോലിക്ക് പോകേണ്ടവരുണ്ട് അവരുടെ കാര്യങ്ങൾ, കുട്ടികൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ ഈ പറയുന്ന കാര്യമാണ് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ. വൃത്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം അതിനൊക്കെ വെള്ളം അത്യന്താപേക്ഷിതമാണ്. അപ്പം ഇത് മുട്ടിക്കുക എന്ന് പറയുമ്പോൾ വെറും 24 മണിക്കൂർ കൊണ്ട് മാത്രം ഇതിന്റെ പ്രവർത്തന നടപടിക്രമങ്ങളൊക്കെ ദൂരീകരിച്ച് അല്ലെങ്കിൽ തീർത്ത് സജ്ജീകരണം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് വെള്ളം എത്തി തുടങ്ങുമെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രശ്നമാണ്. അപ്പം അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു മാധ്യമങ്ങൾ ഇത് ഭയങ്കര വിഷയമായിട്ട് ഏറെ ചെയ്തു തുടങ്ങിയത്. അപ്പോഴാണ് നടപടിക്രമങ്ങൾ വീണ്ടും വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ മേയർ അടക്കം പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിരുന്ന് പ്രവർത്തനങ്ങൾ നടത്തിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നിരുന്നാൽ കൂടി നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന ആമീഴഞ്ചാൻ തോടിൽ പ്രശ്നം നടന്ന സമയത്തും ഇതുപോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാരൽ മാത്രമാണ് നമ്മൾ കണ്ടത്. റെയിൽവേ ആയാലും ഈ പറയുന്ന കോർപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന മേയർ അവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്. അപ്പം മാലിന്യ വിമുക്തം എന്ന് പറയുന്ന വിമുക്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഈ പറയുന്ന നഗരസഭയുടെ കീഴിലുള്ള ഒരു പദ്ധതി ആയിരുന്നിട്ട് പോലും ഇത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ അത്രയും ഭാഗം ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ഭാഗത്ത് പ്രശ്നം വന്നത്. ഇങ്ങനെ കുറേയധികം പഴിചാരകൾ നടന്ന സമയത്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു ഇനിയെങ്കിലും കാര്യനിർവഹണത്തിൽ ഒരുപാട് പുരോഗമനം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ശേഷി ഇനിയും മുന്നോട്ട് പോകും, ഇനി ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരത്തില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരു മനുഷ്യന്റെ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവൻ ഈ പറയുന്ന കുറെ ആൾക്കാരുടെ കഴിവില്ലായ്മ മൂലം അല്ലെങ്കിൽ അവരുടെ പിടിപ്പുകേട് മൂലമാണ് കൃത്യമായിട്ട് നശിച്ചു പോയത്. ഒരു അമ്മയ്ക്ക് മകനില്ലാതാക്കിയെന്ന് പറയുന്നത് ഇത് എന്ന് പറയുമ്പം അതിനോട് ഉപമിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് കുറേ അധികം ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിലിപ്പം പറയുന്നത് ജല അതോറിറ്റിയുടെയാണ് കുറ്റം പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഇത് കോർപ്പറേഷനെ അറിയിച്ചിട്ടില്ല ഇങ്ങനൊരു സജ്ജീകരണം ഇത്രയും ദിവസങ്ങൾ. അവർ പറഞ്ഞത് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ പുനർക്രമീകരണം ഉണ്ടാകുമെന്നാണ്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ ഈ പ്രവൃത്തി ഇനി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഇതിന് എത്ര സമയം എടുക്കേണ്ടി വരുമെന്ന്. ആ സമയത്ത് ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ചേർന്ന് ഇത് പുനർക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു നടപടിക്രമം, ഒരു സംവിധാനം ഇതിനുണ്ടാക്കിയെടുക്കണമല്ലോ. അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ ഈ പൈപ്പ് ലൈൻ ഒന്നും നേരെ ചെയ്തു തീർക്കാൻ ഇനിയും സമയം വേണ്ടി വരുമെങ്കിൽ പകരം ഒരു സംവിധാനം ഒരുക്കേണ്ടത് ഈ പറയുന്ന അതോറിറ്റിയുടെ കടമ തന്നെയാണ്, ഉത്തരവാദിത്തം തന്നെയാണ്. അതിലെ ഏറ്റവും വലിയ അലംഭാവം, വീഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇത്രയും പ്രശ്നം ഉണ്ടായി 4-5 ദിവസമായിട്ട് പോലും പല പ്രദേശങ്ങളിലും വെള്ളം ഇതുവരെയും എത്തിയിട്ടില്ല. പല ആൾക്കാരുടെ കമന്റുകൾ നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന ഇരുനില കെട്ടിടങ്ങളിലേക്കൊന്നും വെള്ളം എത്തി തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അപ്പം കിടന്ന കിടപ്പിൽ കൊണ്ട് അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ഉള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരവൊന്നും കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വിലയേറിയ അല്ലെങ്കിൽ വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം വേണം, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വേണം. ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പൈപ്പ് ലൈനിൻ്റെ അത് മാറ്റാനുള്ള സജ്ജീകരണം നടന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അരുവിക്കരയിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ പൈപ്പുകൾ ഒരുപാടുണ്ട്, അവിടെ നിന്നാണ് ഈ ഒരു വെള്ളം എത്തിക്കുക എന്ന് പറയുന്ന പദ്ധതി നഗരത്തിലെ എല്ലായിടത്തും. പക്ഷെ അവിടെ പ്രശ്നം നടക്കുന്നത് കൊണ്ട്, നിയമത്തൊരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് മാത്രം ഈ നഗരത്തിലെ എല്ലായിടത്തും ഒരുപോലെ വെള്ളം എത്താതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാരണം ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് കണ്ടെത്തേണ്ടതാണ്. അതൊന്നും ഇതുവരെ സംവിധാനങ്ങൾ ഇല്ലായ്മ എന്ന് പറയുന്നത് നമുക്ക്
ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു കാര്യമല്ല, അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അവിടുത്തെ ട്രാൻസ്മിഷൻ പൈപ്പുകളിൽ ഈ പറയുന്ന കുറേയധികം വാൽവുകൾ, പൈപ്പിലെ വാൽവുകളിൽ അടവുണ്ട്. കുറേ നാളുകൊണ്ട് പ്രവർത്തനരഹിതമായതുകൊണ്ട് പലയിടത്തോണ്ടും വെള്ളം കൊണ്ടുപോകാത്തതുകൊണ്ടും മറ്റുമൊക്കെ അതിലെ പൈപ്പുകളൊക്കെ ഈ പറയുന്ന ചീത്തയായി പോയി. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്, വാദങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അരുവിക്കര എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ലല്ലോ, അവിടെ മാത്രം കേന്ദ്രീകരിച്ചല്ല നഗരത്തിലെ എല്ലായിടത്തും വെള്ളം എത്തിക്കേണ്ടത്. അപ്പം ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പുനർസജ്ജീകരിച്ചല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് മറ്റിടങ്ങളിലും സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജല അതോറിറ്റിയുടേത് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെത് മേയറിൻ്റെയൊക്കെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം നഗരസഭയുടെ മാതാവ് അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് എത്തുന്ന പദവിയാണ് മേയർ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ആ മേയർ കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം അതിനടുത്തേക്ക് ഓടി വന്നിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് തല കാണിക്കുക, മുഖം കാണിക്കുക, എന്നിട്ട് തിരിച്ചങ്ങ് പോവുക, ഇതല്ലല്ലോ വേണ്ടതെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാവുന്നുണ്ടോ? ഇതിനു മുന്നേ എത്ര തവണ ഇങ്ങനെ ഒരു കുടിവെള്ള ക്ഷാമം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായി അല്ലെങ്കിൽ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് അന്വേഷിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പിടിപ്പ് കേടും ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന ഒരുപാട് ശേഷിയുള്ള, അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം കുടിവെള്ളമൊക്കെ എന്ന് പറയുന്നത് മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നികത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. കുഞ്ഞു കുട്ടികളടക്കമുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം പോലും നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു കാര്യം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് 4-5 ദിവസം അവർ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ചുമ്മായിട്ട് വായിട്ടടിക്കുന്നത് മൂലം അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് നികത്താൻ ശ്രമിക്കുന്നത് മൂലം മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ട്. അപ്പം ഒരു ടാങ്കർ വെള്ളത്തിനൊക്കെ 1500-2000 രൂപ കൊടുത്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ട് അന്നന്ന് ജോലിക്ക് പോയി ആ വരുമാനത്തിലൂടെ ജീവിക്കുന്നവരുടെ ഈ പറയുന്ന വരുമാനം കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമായി പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ ഞാൻ കണ്ടതാണ്, ഒരു മനുഷ്യൻ ജോലിക്ക് പോലും ഇത്രയും 3 ദിവസമായിട്ട് പോവാതെ അദ്ദേഹത്തിൻ്റെ മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പോൾ സ്കൂളൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ദൂര സ്ഥലത്തേക്ക് ഈ പറയുന്ന ഒരു എന്ന് പറയുന്നത് ഒരു പാത്രം എന്തോ സംഭവം ടിന്നുമായിട്ട് വന്നിട്ട് എത്രയോ ദൂരത്തിൽ വന്നിട്ട് വെള്ളം എടുത്തിട്ട് തിരിച്ച് വണ്ടിയിൽ പോവുകയാണ്. അപ്പം ഇത്രയും രൂക്ഷരായിട്ടുള്ള കാര്യം, ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഈ പറയുന്ന ഭരണ സംവിധാനത്തിലെ എല്ലാ ആൾക്കാരും, ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് 2 ദിവസം കഴിഞ്ഞില്ല എന്നുള്ളത് കാര്യം ഉത്തരവാദിത്ത ബോധമുള്ള ആൾക്കാർ അന്വേഷിച്ച് അറിയേണ്ടതാണ്. പലയിടങ്ങളിലൂടെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് എന്താണ് വേണ്ടുള്ളത്, ഇതിനൊരു അവലോകനം ഉണ്ടാക്കണം, കൃത്യമായിട്ട് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം, ഇതിൻ്റെ കാര്യപരിപാടികൾ കൃത്യമായിട്ട്, അതിനെല്ലാത്തിനും ഈ പറയുന്ന ഒരു കോർഡിനേഷൻ കൃത്യമായിട്ട് അത്യാവശ്യമാണ്. അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് പോകേണ്ടത്. പൈപ്പ് ലൈൻ മാറ്റുക എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന 4-5 ദിവസം ഈ നഗരത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ഒട്ടും തരത്തിൽ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ഈ പറയുന്ന നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് ഉൾപ്പെടെ ഈ പറയുന്ന നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിലപ്പുറത്തേക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം. അപ്പം സംവിധാനങ്ങളിലെ വീഴ്ചകൾ കൃത്യമായിട്ട് ദൂരീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇതോടെ തീരും എന്നുള്ള കുറച്ച് വാഗ്ദാനങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ഭരണകർത്താക്കളൊക്കെ നൽകുന്നത്. പിന്നെയും പ്രശ്നങ്ങൾ അധികരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രശ്നങ്ങൾ കൂടി വരുന്ന ഓരോ സമയത്തും ഈ പറയുന്ന ഓരോരുത്തരെ പഴിചാരി കൊണ്ട് കൈകൾ മാത്രം നടത്തുന്നു. അതിലപ്പുറത്തേക്ക് ഞങ്ങൾ നന്നാവാം അല്ലെങ്കിൽ ഞങ്ങൾ നന്നാക്കാന്ന് പറയുന്ന ഒരു ഭരണകർത്താക്കളെ നമ്മൾ കാണുന്നില്ല. ഇതിനു മുന്നിൽ എത്രത്തോളം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പം എന്തുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ചർച്ച ഏറ്റവും വലുത് തന്നെയാണ്. ഇതിന് അലംഭാവം കാണിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരാണോ അവർക്കുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്, ചെറുതായിട്ട് നമുക്ക് കണക്കാക്കി കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ വെള്ളം എന്ന് പറയുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനുള്ള ഈ പറയുന്ന ചെയ്തിട്ടുള്ള ആൾക്കാർ 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ കരാർ എടുത്തിട്ടുള്ള വ്യക്തികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാർ, ജല അതോറിറ്റിയായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം പുനർക്രമീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജല അതോറിറ്റി അറിയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് അതിൻ്റെ പുനർസംവിധാനം ഏകോപിപ്പിച്ച് നടപ്പിലാക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അവരുടെ കഴിവുകേട് തന്നെയാണ് അവിടെ വെളിവാകുന്നതെന്ന് പറയുന്നത്. ഇനി ഈ 2 ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പം ജല അതോറിറ്റി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടില്ല അല്ലെങ്കിൽ കോർപ്പറേഷനെ അറിയിച്ചിട്ട് വേണ്ട ഇത്തരത്തിലുള്ള നഗരസഭയിൽ അല്ലെങ്കിൽ നഗരത്തിൽ, തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതിലൊന്നും ഒരു കോർഡിനേഷനും ഇല്ലാത്ത അവനവന് തോന്നുന്ന എന്ത് പ്രവൃത്തികൾ വേണമെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, താറിട്ട് നന്നാക്കി റോഡ് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അടുത്ത മാസത്തിൽ കുത്തി കുഴിക്കുന്നത് കാണാം. എന്തിനെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം കാരണമെന്ന്. അപ്പം ഒന്നിലൊരു സജ്ജീകരണം ഇല്ല എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയോ ചെയ്യുന്നു, എവിടുന്നൊക്കെയോ ഫണ്ടുകൾ വരുന്നു, ആ ഫണ്ടുകൾ ഈ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു എന്നതിലപ്പുറത്തേക്ക്
ഒന്നിൽ കൃത്യമായിട്ടുള്ള സജ്ജീകരണമോ കോർഡിനേഷനോ കൃത്യമായിട്ടുള്ള ഒരു കെട്ടുറപ്പോ ഇല്ലാതെയാണ് ഓരോ പ്രവൃത്തി നടപ്പിലാക്കുന്നത്. പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷമാണ് ഒരു പ്രദേശത്തെ കൃത്യമായിട്ട് റോഡിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതല്ലെങ്കിൽ റോഡ് നന്നാക്കിയിട്ട് വീണ്ടും വീണ്ടും പകുതിയായിട്ട് കുഴിച്ച് ഉണ്ടാക്കിയിട്ട് ഈ പൈസ മൊത്തം ഫണ്ട് മൊത്തം വെറുതെ കളഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് പല സ്ഥലങ്ങളിലും നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. റോഡ് പ്രവർത്തികളും ഈ പറയുന്ന ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പൈപ്പ് ലൈനിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒന്നിലും ഒരു കോർഡിനേഷനും ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ കാണിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരൽ, ഇത് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്.